ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുന്നത് നമുക്കൊരു റീവർക്കിന് വേണ്ടിയിട്ട് ഒരു 2.1 ആംപ്ലിഫയർ വന്നിരുന്നു. അപ്പോൾ നമ്മൾ ആ ആംപ്ലിഫയർ നമ്മൾ വേറൊരു ക്യാബിനറ്റിൽ മാറ്റി ഫ്രണ്ട് ബെല്ലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആംപ്ലിഫയറിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ബെൽ നമ്മൾ ചെറിയ മാറ്റ് ആൻഡ് ക്ലോസ് ഷീറ്റിലാണ്. ഫ്രണ്ടിൽ തന്നെ വോളിയം, അതുപോലെ തന്നെ ബേസ്, ട്രിബിൾ, മിഡ് കൺട്രോൾ, പിന്നെ USB കൺട്രോൾ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെയാണ്. പവർ ഓൺ സ്വിച്ചും ഫ്രണ്ടിൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ് ഫ്രണ്ട് വോളി എന്നിങ്ങനെയാണ്. അപ്പോൾ ഈ ആംപ്ലിഫയർ നമുക്ക് റീവർക്ക് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഇതിൽ ബോർഡ് കാര്യങ്ങൾ, ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നല്ലൊരു ക്വാളിറ്റിയുള്ള റിമോട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് വരുന്നത് ഓക്സ് ഇൻ എടുക്കുന്നതും ഓഡിയോ ഔട്ട് എടുക്കലും, പിന്നെ ഒരു നല്ലൊരു കൂളിംഗ് ഫാൻ, പിന്നെ ബനാന ജാക്ക് വഴിയാണ് നമുക്ക് സ്പീക്കർ ഔട്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ പവർ കോഡ് നമ്മൾ 3 പിൻ റിമൂവ് ടൈപ്പ് കണ്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ 2 ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ട്രാൻസ്ഫോമർ നമുക്ക് ഈ കസ്റ്റമർ ഇതിൻ്റെ കൂടെ തരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണ്. എക്സ്ട്രാ നമ്മൾ ചാനൽ ബോർഡിന് വേണ്ടി, അതായത് 7294 വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തത്. കാരണം 2 ബോർഡിന് പവർ സപ്ലൈ വ്യത്യാസമായതുകൊണ്ടാണ് നമ്മൾ ഇത് 2 ട്രാൻസ്ഫോമർ ഉപയോഗിക്കേണ്ടി വന്നത്. അപ്പോൾ ഇതിൽ RVL+ൻ്റെ 6 ട്രാൻസിസ്റ്റർ മോണോ ബോർഡാണ് സബിന് വേണ്ടിയിട്ട്. ചാനലിന് വേണ്ടി വരുന്നത് 7294ൻ്റെ സ്റ്റീരിയോ ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ആംപ്ലിഫയറിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 100+100 വാട്ട് 8 ohmസിൽ ചാനലും അതുപോലെ തന്നെ 300 വാട്ട് സബ് ഔട്ടും കിട്ടുന്ന രീതിയിലാണ് ഈ ആംപ്ലിഫയറിൻ്റെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്.